ഇസ്രായേലിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് യമനിലെ ഹൂതികൾ. ജെറുസലേമിനെയും തെക്കൻ വെസ്റ്റ് ബാങ്കിനെയും ലക്ഷ്യമിട്ടാണ് ഏറ്റവും ഒടുവിൽ ഹൂതികൾ ആക്രമണം നടത്തിയത്. യമനിൽ നിന്ന് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടെത്തിയതായി IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിസൈലിനെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതായി IDF ഞായറാഴ്ച അറിയിച്ചു. ഏതാണ്ട് ദിനം പ്രതി ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തുകയാണ്. ആക്രമണത്തെ തുടർന്ന് ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും സൈറൻ മുഴങ്ങിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഡെഡ് സീക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും സൈറൻ മുഴങ്ങി. സൈറനുകൾ മുഴങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഈ പ്രദേശങ്ങളിൽ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദീർഘദൂര മിസൈൽ ആക്രമണത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഫോൺ നോട്ടിഫിക്കേഷൻ വഴിയാണ്. ആക്രമണത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. മിസൈലിൻ്റെ ഒരു ഭാഗം വെസ്റ്റ് ബാങ്കിലെ സൗത്ത് ഹെബ്രോൺ ഹിൽസ് പ്രദേശത്താണ് പതിച്ചത്. 4 ദിവസത്തിനുള്ളിൽ നടക്കുന്ന 3ാമത്തെ ആക്രമണമാണിത്. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 5ാമത്തെ ആക്രമണവും. കഴിഞ്ഞ ദിവസങ്ങളിൽ 48 മണിക്കൂറിൽ യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹൂതികൾ 3 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ എത്തിയതോടെ അപായ സൈറനുകൾ മുഴങ്ങി. ഹൂതി ആക്രമണം ടെലവിവിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമനിൽ നിന്നെത്തിയ ബാലിസ്റ്റിക് മിസൈലിനെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി IDF അറിയിച്ചു. യമൻ സായുധ ഗ്രൂപ്പിൻ്റെ ആക്രമണം ഉണ്ടായതോടെ ടെലവിവിലും മധ്യ ഇസ്രായേലിലും സൈറനുകൾ മുഴങ്ങി. വ്യാഴാഴ്ച 2 മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടത്. മിസൈലുകളെല്ലാം വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെയാണ് ആദ്യ മിസൈൽ ഇസ്രായേലിന് നേർക്ക് കുതിച്ചത്. അതോടെ മധ്യ ഇസ്രായേലിലും ടെലവിവിലും സൈറൻ മുഴങ്ങി. സൈറൻ മുഴങ്ങിയതോടെ ലക്ഷക്കണക്കിന് ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം പ്രാപിച്ചു. അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് തൊട്ടു മുമ്പ് ഹൂതികൾ 2ാമത്തെ മിസൈലും തൊടുത്തുവിട്ടു. ഇക്കുറി ജെറുസലേമിലാണ് പരിഭ്രാന്തി പരത്തിയത്. ബെൻ ഗുരിയോൺ എയർപോർട്ട് ലക്ഷ്യമിട്ടതായി ആക്രമണത്തിന് ശേഷം ഹൂതികൾ അവകാശപ്പെട്ടു. ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേരെ ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. മെയ് 21-നും 22-നും ഇടയിൽ രാത്രിയിൽ 2 ഡ്രോണുകളും ഇസ്രായേലിന് നേർക്ക് വിട്ടതായി ഹൂതികൾ അവകാശപ്പെട്ടു. ഈ മാസം ആദ്യം ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് തെന്നിമാറി ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് പതിച്ചിരുന്നു. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ യമനിലെ സനാ വിമാനത്താവളത്തിൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഏകദേശം $500 മില്യൺ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇസ്രായേലിനെതിരെ നിരന്തരമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള ഹൊദൈദ, സാലിഫ് തുറമുഖങ്ങളിലും ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി. പിന്നാലെ ഇസ്രായേലിനെതിരെ ഹൂതികൾ മിസൈൽ ആക്രമണവും നടത്തി. 2025 ജനുവരിയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയപ്പോൾ ഹൂതികൾ വെടിവയ്പ് നിർത്തി. മാർച്ച് 18-ന് ഗസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതോടെ ഹൂതികൾ 39 ബാലിസ്റ്റിക് മിസൈലുകളും 10 ഡ്രോണുകളും ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു.